ലൈംഗികാതിക്രമ കേസിൽ തെളിവുകൾ ശേഖരിക്കാൻ AMMA ഓഫീസിൽ രണ്ടാം തവണയും പരിശോധന. പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തിയത്. ഇടവേള ബാബുവിനെതിരായി കേസ് അന്വേഷിക്കുന്ന സംഘമാണ് എത്തിയിരിക്കുന്നത്. സംഘടനയിലെ അംഗത്വം, ഭാരവാഹി തെരഞ്ഞെടുപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ട രേഖകളിൽ വ്യക്തത വരുത്താനായിരുന്നു പരിശോധന. അഞ്ജലി ശ്രീജിത രാജ് ചേരും. അഞ്ജലി, ഇപ്പോൾ രണ്ടാം വട്ടവും പരിശോധന നടത്തുകയാണ്. എന്തെങ്കിലും നിർണായക വിവരങ്ങൾ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട്? അതേ വിനീത, ഇത് രണ്ടാമത്തെ തവണയാണ് താരസംഘടനയായ AMMA ഓഫീസിൽ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തുന്നത്. സിദ്ദിഖ്, അതായത് മുകേഷ്, ഇടവേള ബാബു എന്നിവരുടെ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ സംഘവും ഈ പ്രത്യേക അന്വേഷണ സംഘത്തോടൊപ്പം ഇന്ന് AMMA ഓഫീസിൽ എത്തിയിരുന്നു. അതായത് ഈ AMMAയിലെ ഭാരവാഹിത്വത്തെക്കുറിച്ചും അംഗത്വവുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ പരിശോധിക്കാനായിരുന്നു ഇന്ന് പരിശോധന നടത്തിയത്. അതായത് ഇതിനു മുമ്പും ഇത്തരത്തിൽ ഇതേ കാരണത്താൽ തന്നെ പരിശോധന നടത്തിയിരുന്നു. അന്നും ഈ അംഗത്വവുമായി ബന്ധപ്പെട്ടുള്ള ഈ ഇടവേള ബാബു ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്തുള്ള രേഖകളിൽ വ്യക്തത വരുത്താനായിരുന്നു അന്നും ഇത്തരത്തിൽ പ്രത്യേക അന്വേഷണ സംഘം AMMA ഓഫീസിലെത്തി പരിശോധന നടത്തിയത്. ഇന്നും അവർക്ക് ലഭിച്ച വിവരങ്ങളിൽ ക്ലാരിറ്റി വരുത്താനും കൂടുതൽ രേഖകൾ പരിശോധിക്കാനുമാണ് ഇന്ന് AMMA ഓഫീസിൽ പരിശോധനയ്ക്കായി എത്തിയത്. അതായത് നേരത്തെ തന്നെ ഇവർക്കെതിരെ ഈ ഇടവേള ബാബു, മുകേഷ് എന്നിവർക്കെതിരെ പരാതി നൽകിയ നടി ഇവരെ ഇത്തരത്തിൽ AMMAയിൽ അംഗത്വം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ വിളിച്ചു വരുത്തി അതിക്രമം നടത്തിയെന്നായിരുന്നു ഇവരുടെ പരാതി. അതിനാൽ തന്നെ AMMA ഇത്തരത്തിലുള്ള ഓഫീസിലേക്കും ഇവരെ വിളിച്ചു വരുത്തിയിരുന്നു എന്ന് ഇവർ നേരത്തെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തിയിരുന്നു. ഈ കാരണത്താൽ തന്നെയാണ് AMMA ഓഫീസിൽ ഇന്ന് പരിശോധന നടത്തിയിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ ഭാരവാഹിത്വം AMMAയിലെ അംഗത്വവുമായി ബന്ധപ്പെട്ടതും കൂടാതെ ഭാരവാഹിത്വ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഒന്നുകൂടി വ്യക്തത വരുത്താനും അത് ശേഖരിക്കാനുമാണ് ഇന്ന് പരിശോധന നടത്തിയത്. നേരത്തെ തന്നെ ഇത്തരത്തിൽ ഇന്നും തുടർന്ന് ഇവർക്കെതിരെ പരാതി നൽകിയ നടിയെ വിവിധ ലൊക്കേഷനുകളിലും ഇവരെ വിളിച്ചു വരുത്തി ഇത്തരത്തിൽ അതിക്രമം നടത്തിയെന്ന് പറയുന്ന സ്ഥലങ്ങളിലെല്ലാം ഇന്ന് അന്വേഷണ സംഘം ഈ നടിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് പരിശോധന നടത്തുന്നുണ്ട്. ഇവരെ കൂടുതൽ തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് AMMA ഓഫീസിലും ഇന്ന് പരിശോധന നടത്തിയിരിക്കുന്നത്. ശരി, അഞ്ജലി ശ്രീജിത രാജാണ് വിവരങ്ങൾ നൽകിയത്.